മൈഫിൻ ടി വിയുടെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. മെയ് ദിനത്തോട് അനുബന്ധിച്ച് ഒരു തൊഴിലാളി അറിഞ്ഞിരിക്കേണ്ടതും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഒരു തൊഴിലാളിക്ക് കിട്ടേണ്ടതും എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ പറയാനായിട്ട് ഈ മെയ് ദിനത്തോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശിഷ്ടാതിഥി റീജിയണൽ ജോയിൻറ്റ് ലേബർ കമ്മീഷണർ സുരേഷ് കുമാർ സാറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇരിക്കുന്നത് തന്നെ മെയ് ദിനത്തിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം മെയ് 1 ലേബർ ഡേ ആണ്. എന്താണ് ഒരു തൊഴിലാളി ദിനത്തിൻ്റെ പ്രാധാന്യം? മെയ് ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലേബർ ഡേ എന്ന നിലയിലാണ് നമ്മളിത് ആചരിക്കുന്നത്. ഏകദേശം 80-ൽ കൂടുതൽ രാജ്യങ്ങളിൽ മെയ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊഴിലാളി സമൂഹം 1886 ചിക്കാഗോയിൽ ഹേ മാർക്കറ്റിൽ തൊഴിലാളികൾ 8 മണിക്കൂറായി ജോലി നിജപ്പെടുത്തുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ നടത്തിയ ഒരു പ്രക്ഷോഭമുണ്ട്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ ഒരു സ്ഫോടനത്തിലും മറ്റും കുറേയേറെ തൊഴിലാളികൾ മരണപ്പെടുകയുണ്ടായി. അവരുടെയൊക്കെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് മെയ് ദിനം ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി തൊഴിലാളികൾ നൽകിയിട്ടുള്ള നിസ്തൂലമായ അവരുടെ ആ സേവനം അത് ആദരിക്കുന്നതിനും അതോടൊപ്പം തന്നെ തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെപ്പറ്റിയും കടമകളെപ്പറ്റിയും ബോധ്യപ്പെടുത്തുക, അവരെ ഒന്നുകൂടെ അത് ഓർമ്മിപ്പിക്കുക എന്നൊക്കെ ചിന്തയുടെ പുറത്താണ് നമ്മൾ മെയ് ഡേ ആഘോഷിക്കുന്നത്. ഈ മെയ് ദിനത്തിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം തന്നെയുണ്ട്, കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് ആക്ട്. ഈ ആക്ട് പ്രകാരം മെയ് ദിനം തൊഴിലാളികൾക്ക് അവധിയാണ്. 20-ൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളത്തോടു കൂടിയ അവധി കൊടുത്തുകൊണ്ടാണ് ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു സാധാരണ തൊഴിലാളി എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു 3-4 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു തൊഴിലിടത്ത് വർക്ക് ചെയ്യുമ്പോൾ? തൊഴിലാളികൾ ഇപ്പം നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ച് വിവിധ നിയമങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതലുള്ള കടകളും വാണിജ്യ സ്ഥാപനങ്ങളുമാണ്. അവർക്ക് വേണ്ടി നമ്മുടെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് 1961 കേരള കടകളും വാണിജ്യ സ്ഥാപനങ്ങളും നിയമവും ചട്ടങ്ങളും നമുക്കുണ്ട്. ഈ നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂറാണ്. അത് പ്രധാനമായും തൊഴിലാളി അറിഞ്ഞിരിക്കേണ്ടതാണ്. ജോലി സമയം 8 മണിക്കൂറാണ്. 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്താൽ അതിന് ഓവർ ടൈം വേതനത്തിന് അർഹതയുണ്ട്. ഓവർ ടൈം വേതനം എന്ന് പറഞ്ഞാൽ ഡബിൾ വേജസാണ്. സാധാരണ നമ്മൾ 1 മണിക്കൂർ ചെയ്യുന്ന ജോലിയുടെ ഇരട്ടി വേതനമാണ് ഓവർ ടൈം വേതനം വഴി നമുക്ക് ലഭിക്കേണ്ടത്. അതോടൊപ്പം തന്നെ തൊഴിലാളിയെ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുമ്പോൾ ആ തൊഴിലുടമ അവനൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ നൽകേണ്ടതുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് തൊഴിൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതികളിലൂടെ അതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ആക്കിയിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കണം. അതുപോലെ തന്നെ അവൻ അവിടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഏറ്റവും അടുത്ത സമയത്തുണ്ടായ ഒരു വലിയ ഇതാണ് നമ്മൾ തൊഴിലാളികൾക്ക് ഇരിപ്പിടം എന്നൊരു നമ്മുടെ നിയമത്തിൽ തന്നെ നമ്മൾ ഭേദഗതി വരുത്തി. ഇപ്പോൾ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിലും മറ്റും സ്ത്രീ തൊഴിലാളികളൊക്കെ മുഴുവൻ സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഇരിപ്പിടം എന്നത് നമ്മൾ തൊഴിൽ നിയമത്തിലെ അമെൻമെൻറ്റിലൂടെ അവർ അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു കടയിൽ ജോലി ചെയ്ത തൊഴിലാളിക്ക് അവന് കിട്ടേണ്ട ലീവിനെ പറ്റി അവനൊന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു നല്ലതാണ്. നമ്മുടെ ഈ ഷോപ്പ് നിയമപ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു വർഷം 12 കാഷ്വൽ ലീവിന് അർഹതയുണ്ട്. ഇതുകൂടാതെ അവനെ അസുഖത്തിനുമായിട്ട് 12 സിക്ക് ലീവ് ഉണ്ട്, നിയമത്തിലുണ്ട്. അത് പക്ഷേ അവൻ അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ഒരു 12 ആനുവൽ ലീവ് ഉണ്ട്. പക്ഷേ ആനുവൽ ലീവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമെങ്കിലും ജോലി ചെയ്ത ഒരു തൊഴിലാളിക്ക് അടുത്ത വർഷം മുതലേ അത് കിട്ടത്തുള്ളൂ. ആദ്യത്തെ ഒരു വർഷം ആനുവൽ ലീവ് കിട്ടില്ല. അതെങ്ങനെയാണ് സാറേ? അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരുന്നത് എങ്ങനെ? ആനുവൽ ലീവ് ഇപ്പോൾ പറഞ്ഞ 12 ക്യാഷ്വൽ ലീവ് ഉണ്ട്, 12 സിക്ക് ലീവ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ 1 വർഷം വർക്ക് ചെയ്തു. 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത് രണ്ടും കൂടാതെയാണ് ആനുവൽ ലീവ് കിട്ടും. അതിൻ്റെ എങ്ങനെയാണ് അതൊരു ഇത് വരുന്നത്? അത് ഈ ആനുവൽ ലീവ് എല്ലാ മാസവും സ്ഥാപനത്തിൽ 1 വർഷമെങ്കിലും ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് വരുന്നൊരു അവകാശമാണ്. ആദ്യത്തെ വർഷം ഒരു പക്ഷേ തൊഴിലാളി കണ്ടിന്യൂ ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ വർഷം ജോലി ചെയ്യുന്നവർക്ക് ആനുവൽ ലീവിന് അർഹതയില്ല. അവന് കാഷ്വൽ ലീവിന് അർഹതയുണ്ട്. അതുപോലെ സിക്ക് ലീവിന് അർഹതയുണ്ട്. ഇത് ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന നിലയിൽ അവിടെ 2ാം വർഷമുള്ള ആ തൊഴിലാളി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു 12 ദിവസത്തെ അവധിയും കൂടെ നമ്മുടെ നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്ത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 24 എന്നുള്ളത് 36 ലീവ് വരും. 36 ലീവിൽ ഈ 12 മെഡിക്കൽ ഗ്രൗണ്ടാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ല ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതെങ്കിൽ എന്ത് നടപടികളായിരിക്കും സ്വീകരിക്കും? തൊഴിലുടമയ്ക്ക് നമ്മളത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൊടുക്കും. ഇത്ര ദിവസത്തിനകം നിങ്ങളത് ശരിയാക്കി കൊടുക്കണമെന്ന് പറയും. വീണ്ടും അത് തൊഴിലുടമ അത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വീണ്ടും ഷോ കോസ് നോട്ടീസ് കൊടുക്കും. തുടർന്ന് നമ്മളത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവർക്കെതിരെ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യുകയാണ് നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് തൊഴിലാളികൾ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. സ്ത്രീകൾക്കായിട്ട് എന്തെങ്കിലും പ്രത്യേക സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? സ്ത്രീ തൊഴിലാളികൾക്ക് മാത്രമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, അവർക്ക് വേണ്ടി മാത്രം. ഉദാഹരണത്തിന് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 പ്രസവാനുകൂല്യ നിയമം, അത് സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ്. സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ ഡെലിവറിയോടനുബന്ധിച്ചിട്ട് 26 ആഴ്ച ശമ്പളത്തോടു കൂടി അവധി കിട്ടുന്നതാണ് ഈ ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കേന്ദ്ര നിയമപ്രകാരം ശരിക്കും 10 കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതിൽ അമെൻമെൻറ്റ് വരുത്തി ഒരു സ്ത്രീ തൊഴിലാളി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ നിയമം ബാധകമാക്കി. അത് അവർക്ക് അവരുടെ ഡെലിവറിക്ക് തൊട്ട് മുമ്പുള്ള 8 ആഴ്ച മുമ്പ് തൊട്ട് വേണമെങ്കിൽ ഈ ലീവ്
എടുക്കാവുന്നതാണ്. 26 ആഴ്ച ടോട്ടൽ അവർക്ക് ഇതിലേക്ക് അവധി കിട്ടും. അതൊരു പ്രധാന നിയമമാണ്. പിന്നെ മറ്റൊന്ന് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, അതായത് തുല്യ ജോലിക്ക് തുല്യവേതന നിയമമാണ്. സ്ത്രീ തൊഴിലാളിയും പുരുഷ തൊഴിലാളിയും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരേ വേതനം കൊടുക്കണമെന്ന് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെയിൽസ് ജോലി ചെയ്യുന്ന സെയിൽസ്മാൻ ആയാലും സെയിൽസ് ഗേൾ ആയാലും അവർക്ക് ഒരേ വേതനമാണ് കൊടുക്കേണ്ടത്. അതുപോലെ അവരുടെ ജോലിയുടെ കാര്യത്തിൽ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. നിയമനത്തിലോ അവരുടെ സ്ഥാപനത്തിലെ പിന്നീടുള്ള വ്യവസ്ഥകളിലോ ഒന്നും ലിംഗവ്യത്യാസം അനുസരിച്ച് അവരോട് നടപടികൾ എടുക്കാനായിട്ട് പാടില്ല. അത് അവർക്ക് നൽകുന്ന ഒരു വലിയ നിയമമാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. പിന്നെ ഏറ്റവും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള 2013 ഉണ്ടായിട്ടുള്ള പോഷ് ആക്ട് എന്ന് പറയുന്ന ആക്ട്, സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് എന്നാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയുക, നിരോധിക്കുക, അതിൻ്റെ പരിഹാരം എന്നൊരു നിയമമുണ്ട്. ഈ നിയമപ്രകാരം സ്ത്രീകൾക്ക് അവരുടെ സ്ഥാപനത്തിൽ അവർക്കെതിരെ എന്തെങ്കിലും ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായാൽ അവർക്ക് ഈ സ്ഥാപനങ്ങളിൽ 10 കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിനിമാ മേഖലയിലൊക്കെ കേൾക്കുന്നുണ്ട്, ഇതാണ് ഈ നിയമമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ തന്നെ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ ജീവനക്കാരി ആയിരിക്കണം. ആ കമ്മിറ്റിയിൽ കുറഞ്ഞൊരു 4 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഭൂരിഭാഗം പേരും സ്ത്രീ തൊഴിലാളികളായിരിക്കണം. പുറത്തുനിന്നൊരു ഈ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകയും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഈ കമ്മിറ്റി മുമ്പാകെ അവർക്ക് അവരുടെ പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കമ്മിറ്റിക്ക് പരാതി പരിശോധിച്ചിട്ട് ഈ കൺസേൺഡ് ഈ ഇവരോട് പ്രവർത്തിച്ച ആളിനെതിരെ നടപടിയെടുക്കാനായിട്ട് ഈ എംപ്ലോയറോട് അവർക്ക് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. ഈ തൊഴിലാളിക്ക് അവിടെ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വഹിക്കുന്ന പോസ്റ്റാണ്, റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷനാണ് ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി. അപ്പോൾ തൊഴിലാളിക്ക് അവിടെ അവരുടെ ആ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി മുമ്പാകെ നീതി കിട്ടിയില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇവിടെ അപ്പീൽ സമർപ്പിക്കാനും ഈ ആക്ടിൽ പ്രൊവിഷനുണ്ട്. ഇനി അത് 10 താഴെ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ നമ്മുടെ ജില്ലാ തലത്തിൽ നമുക്കൊരു ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ട്, കളക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ കമ്മിറ്റിയിൽ അവർക്ക് പരാതി ഈ വിഷയത്തിൽ കൊടുക്കാവുന്നത്. അതാണ് ഈ 3 വിഭാഗങ്ങളും പ്രധാനപ്പെട്ട സ്ത്രീ തൊഴിലാളികൾക്ക് പറ്റിയാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ ഷോപ്പ് ആക്ട്, കടകളും വാണിജ്യ സ്ഥാപനങ്ങളും നിയമത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായ ചില പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്ത്രീ തൊഴിലാളികളെ രാത്രി 9 മണിക്ക് ശേഷവും രാവിലെ 6 മണിക്ക് മുമ്പായി ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാത്രി 9 മണിക്ക് വെളുപ്പിന് 6 മണിക്ക് മുമ്പ് 9 PM to 6 AM ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. ഇനി ആവശ്യമെങ്കിൽ ഇപ്പോൾ സ്ത്രീ തൊഴിലാളികളുടെ സമ്മതത്തോടു കൂടി വേണമെങ്കിൽ ജോലി ചെയ്യിക്കാം. പക്ഷെ അതിനും ചില കണ്ടീഷൻസ് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരൊരു ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യിക്കാൻ പാടുള്ളൂ. 5 പേരെങ്കിലും അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരിക്കണം. അതിൽ കുറഞ്ഞത് 2 പേരെങ്കിലും സ്ത്രീ തൊഴിലാളികളായിരിക്കണം. പിന്നെ ഇവരെ ജോലി കഴിഞ്ഞാൽ ഇവരെ സ്ഥാപനത്തിൽ നിന്ന് ഇവരെ വീട് വരെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും സെക്യൂരിറ്റിയിൽ കൊടുക്കണം, തൊഴിലുടമ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ആക്ട്. പിന്നെ ആ നിയമത്തിലെ മറ്റൊരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 20 കൂടുതൽ തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ കുട്ടികൾ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ക്രഷ് ഫെസിലിറ്റി സ്ഥാപനം പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ധാരാളം നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലൊരു സഹജ എന്ന് പറഞ്ഞൊരു കോൾ സെൻ്ററുണ്ട്. ടോൾ ഫ്രീ നമ്പറാണ് സഹജ. ആ നമ്പറിലേക്ക് വിളിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ പരാതി പറയാം. അപ്പോൾ അവരുടെ ആരാന്ന് നമ്മൾ വെളിപ്പെടുത്തത്തില്ല. ഇപ്പോൾ പരാതി പറയാൻ മടിയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ടോൾ ഫ്രീ നമ്പറിൽ, അല്ലാതെ പൊതുവായിട്ടൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു മിനിമം വേതനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരിപ്പം ഓരോ സെക്ടറായിട്ടാണെങ്കിലോ അതല്ലെങ്കിൽ ഡെയിലി ബേസിൽ അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ എങ്ങനെയാണ് അതിൻ്റെ ഒരു മീറ്റർ? 40-ൽ പരം മേഖലകളിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കേരളം ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ കടകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എത്രയാണ് വേതനം, പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വേതനം എത്രയാണ്, ഒരു ഗ്യാസ് ഏജൻസി ജോലി ചെയ്യുന്ന തൊഴിലാളി, ഒരു ബാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വേതനം എത്രയാണ്, അത് തന്നെ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ അവിടുത്തെ വേതനം മറ്റൊന്നാണ്. അങ്ങനെ മിനിമം വേതനമുണ്ട്. മിനിമം വേതനത്തിന് 2 അടിസ്ഥാന ഘടകങ്ങളാണുള്ളത്. ഒന്ന് ബേസിക് പേയും DA ആണ്. അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയുമാണ് ചേർത്തിട്ട് അത് രണ്ടും ചേരുന്നതാണ് മിനിമം വേതനം എന്ന് പറയുന്നത്. ഇത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു ഒരിടത്ത് വർക്ക് ചെയ്യുന്ന നാളെ കയറുകയാണ്. അപ്പോൾ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്കിന് എനിക്ക് അർഹമായ കൂലിയാണോ കിട്ടുന്നത് എന്ന് എനിക്ക് എവിടെ അറിയാൻ കഴിയും? തീർച്ചയായിട്ടും അതിന് ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ എല്ലാ മിനിമം വേജസിൻ്റെയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്നതിൻ്റെ എല്ലാം നമ്മളതിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ എല്ലാ മേഖലയിലെയും മിനിമം വേതനം അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ ഞങ്ങളതൊരു ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു ബുക്കായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മിക്ക സെക്ടറുകളിൽ നമുക്ക് അതിൽ തൊഴിലാളികളെ കാണാൻ പറ്റും. ഇപ്പം ഞാനൊരു സ്ഥാപനം റൺ ചെയ്യുകയാണ്, അങ്ങനെയുള്ള കുറച്ച് പേരെ വെച്ചിട്ട്
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ആ തൊഴിലാളികൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഞാൻ നൽകണം? അതിഥി തൊഴിലാളികൾ, മൈഗ്രൻ്റ് വർക്കേഴ്സിനെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പേരിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ അതിഥി തൊഴിലാളിയെ സംബന്ധിച്ചോളം ഇവരെ ബാധിക്കുന്ന ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു സെൻട്രൽ ആക്ട് ഉണ്ട്. ഈ നിയമപ്രകാരമാണ് ഇവർക്ക് മേലുള്ളൊരു നിയമം എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആക്ടാണ്. ഓക്കെ. പക്ഷേ ഈ നിയമം ഇവർക്ക് ബാധകമാകണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒരു സ്റ്റേറ്റിൽ നിന്നും ഇവരെ ഒരു കോൺട്രാക്ടർ റിക്രൂട്ട് ചെയ്ത് 5 അതിൽ കൂടുതൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവന്നു. ഇപ്പം ബംഗാളിൽ നിന്നൊരു കോൺട്രാക്ടർ പോയി തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥാപനത്തിൽ മറ്റൊരു കോൺട്രാക്ടർ ഇവിടെ അവരെ ജോലിക്ക് നിർത്തുന്നു. അപ്പോൾ മാത്രമാണ് ഈ നിയമം അവർക്ക് ബാധകമാകുന്നത്. ശരി. ഇപ്പം നമ്മളെ ഭരണഘടനാ പ്രകാരം നമ്മൾ ഇന്ത്യക്കാർക്ക് എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് മേലൊരു പ്രത്യേക നിയമമൊന്നും നമുക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം അവരും നമ്മളെ ഇന്ത്യൻസാണ്, അവർക്ക് എവിടെയും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഇവിടെ എംപ്ലോയർ ഇവിടെ രജിസ്ട്രേഷൻ എടുക്കണം. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ വരുന്ന ഗസ്റ്റ് വർക്കേഴ്സിനെ കൊണ്ടുവരുന്നവരാണെങ്കിൽ അവർ നമ്മുടെ ജില്ലാ ലേബർ ഓഫീസറിൽ നിന്ന് തൊഴിലുടമ പ്രിൻസിപ്പൽ എംപ്ലോയർ അതിന് രജിസ്ട്രേഷൻ എടുക്കണം. അവരെ അവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന കോൺട്രാക്ടർ ലൈസൻസും എടുക്കണം. അതിന് നിശ്ചിത ഫീസൊക്കെ ഉണ്ട്. തൊഴിലാളിയുടെ എണ്ണം അനുസരിച്ച് ഫീസൊക്കെ അടച്ചിട്ടാണ് അവരെ ജോലിക്ക് നിയോഗിക്കുന്നത്. അതവർ നമ്മൾ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ ഒരു 75% ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നവരല്ല. ഇവരെല്ലാവരും സ്വന്തമായിട്ട് വന്ന് ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ജോലി ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല. അവർക്ക് എവിടെയും വന്ന് ജോലി ചെയ്യാം. ഈ ആക്ട് പ്രകാരം നമുക്ക് അവരെ നിയന്ത്രിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ അതിഥി തൊഴിലാളിക്ക് തൊഴിലിടത്ത് എന്തെങ്കിലും ഒരു വേതനം സംബന്ധമായൊരു പ്രശ്നം വന്നാൽ അവന് ലേബർ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമോ? യെസ്, തീർച്ചയായിട്ടും. അവർ ഇവിടെ വരുന്ന ഇപ്പം നമുക്ക് നല്ല രീതിയിൽ പരാതി വരുന്ന അതിഥി തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരൊക്കെയാണ് ഏറ്റവും കൂടുതൽ, ഇവിടുത്തെ പ്ലൈവുഡ് മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. അവർക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടുന്നതുകൊണ്ടാണ് അവരിവിടെ ജോലി ചെയ്യുന്നത്. അതാണ് അവരുടെ ഒരു വലിയ ഇതെന്ന് പറയുന്നത്. ഈ കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം കിട്ടുന്നു. ശരിക്കും അവരിതൊരു ഉയർന്ന, അവർ പലരും നാട്ടിൽ വലിയ നല്ല നിലയിലൊക്കെ ജീവിക്കുന്നുണ്ട്. ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ വെൽഫെയർ മെഷേഴ്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. അപ്പം നമ്മളുടെ ഇതിൽ പ്രകാരം തന്നെ നമ്മൾ ആവാസ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് പദ്ധതി ഇവർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ വകുപ്പ് ആവാസ് ഈ ഇൻഷുറൻസ് ചെയ്യാൻ ഇവർക്ക് ഒരു ബയോമെട്രിക് കാർഡ് കൊടുത്തുള്ള ഒരു ഇൻഷുറൻസ് ആണ്. ഇവർക്ക് ഹോസ്പിറ്റലുകളിൽ സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിലും ഒക്കെ ഉൾപ്പെടെ സൗജന്യ ചികിത്സ ഇത് പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഇവർക്ക് മരണപ്പെട്ടാൽ, ഈ ജോലി സ്ഥലത്ത് മരണപ്പെട്ടാൽ 2 ലക്ഷം രൂപ വരെ നമ്മൾ അതിൽ നിന്ന് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് PF കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്ര തൊഴിലാളികൾക്ക് മേളിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണോ, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്ര രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരാണോ? അപ്പോൾ PF കിട്ടാൻ അർഹരായിട്ടുള്ള തൊഴിലാളികൾ ആരൊക്കെയാണ്? ഈ PF സംബന്ധിച്ച് പറഞ്ഞാൽ PF കൈകാര്യം ചെയ്യുന്നത് സെൻട്രൽ ലേബറാണ്. ശരിക്കും നമ്മൾ അല്ല, സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. PF എന്ന് പറയുന്നത് സെപ്പറേറ്റ് വകുപ്പാണ്. ഈ ഞങ്ങൾ 20 അതിൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് PF നിയമം ബാധകമായിട്ടുള്ളത്. ശരി. അവിടെ അവർക്കൊരു സാലറി ലിമിറ്റും ഉണ്ട്. 15,000 രൂപയാണ് PFൻ്റെ ലിമിറ്റ്. 15,000 രൂപ കഴിച്ചാൽ ഇവർ PFൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാകുന്ന ഒരു പ്രവണതയുണ്ട്. ചില സ്ഥാപനങ്ങളിലൊക്കെ തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അല്ല, അത് PFന് കോൺട്രിബ്യൂഷനാണ്, തൊഴിലാളി തൊഴിലുടമ കോൺട്രിബ്യൂഷനാണ്. അല്ല, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 15,000 രൂപ കഴിഞ്ഞാലും തുടർന്ന് പോകുന്ന സ്ഥാപനങ്ങളുണ്ട്. ശരിക്കും ഈ PFൻ്റെ ഈ സാലറി ലിമിറ്റ് കുറച്ചുകൂടെ ഉയർത്തേണ്ടതുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള നടപടികൾ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കുറേ കാലമായി പലപ്പോഴായിട്ട് മാറ്റം വരുത്തിയതാണത്. കോവിഡ് കാലഘട്ടത്തിൽ തൊഴിലാളികൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടി. ആ സമയത്ത് ഗവൺമെൻറ്റായിട്ട് ചെയ്ത അല്ലെങ്കിൽ ലേബർ കമ്മീഷനായിട്ട് ചെയ്ത പ്രത്യേക പദ്ധതികൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം 1 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. ഈ ഇത്രയധികം ആൾക്കാർക്ക് നമ്മുടെ ലേബർ ഓഫീസർമാർ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ഒരു സാധാരണ തൊഴിലാളിക്ക് ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കിപ്പോൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിൽ നിന്നും അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് അത്രയും കമ്മ്യൂണിക്കേഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതികവിദ്യ നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊരു ആപ്പ് ഫ്യൂച്ചറിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടോ? നമുക്ക് ഇപ്പോൾ ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും എനിക്ക് ത്രൂ മൊബൈൽ വഴി നിങ്ങൾക്ക് ഒരു പരാതി തരാനും ഒരു 24 ഹവേഴ്സിനകത്ത് എനിക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുമോ? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും അതിനെ സംബന്ധിച്ച് ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് പരാതികൾ മൊബൈൽ വഴിയും ചെയ്യാവുന്നതാണ്. അപ്രകാരം ചെയ്യുമ്പോൾ തന്നെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ മൊബൈലിലേക്ക് ആ പരാതി വരുന്നുണ്ട്. നമ്മൾ ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പം എല്ലാ മേഖലയിലും ഇപ്പം റിട്ടേൺ കംപ്ലയിൻ്റ് ഒന്നും വേണമെന്നില്ല. സാങ്കേതികതയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും
നമ്മുടെ തലത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. അത് നമുക്ക് സ്വീകരിക്കപ്പെടും എന്തായാലും. ഏതായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം അടുത്ത കാലത്തൊന്നും അങ്ങനെ ബാലവേല സംബന്ധിച്ചൊരു പരാതിയൊന്നും നമുക്കുണ്ടായിട്ടില്ല. പിന്നെ പലപ്പോഴും അതിഥി തൊഴിലാളികളുടെ ഇടയിലാണ് നമുക്ക് അതിനെപ്പറ്റി പരാതികൾ വരുന്നത്. ഇപ്പോൾ പലരും നമുക്ക് ഫോണിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഹോട്ടലിൽ അതിഥി തൊഴിലാളി ജോലി ചെയ്യുന്നുണ്ട്, കൊച്ചു പയ്യനാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ചെന്ന് പരിശോധിക്കുമ്പോൾ ഇവർ പലരും ഈ പ്രായം കഴിഞ്ഞവരാണ്. ഇവർ പലരെയും കണ്ടാൽ ഈ 18 വയസ്സ് കഴിഞ്ഞവരാണെങ്കിലും ആ പ്രായം തോന്നാത്ത ഒരു പ്രത്യേകത ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും ചെല്ലുമ്പം ഇപ്പോൾ സ്ഥാപന ഉടമകളൊക്കെ ഇതേപ്പറ്റി ബോധവാന്മാരാണ്. അവരൊക്കെ ഇവരുടെ ആധാർ കാർഡൊക്കെ മേടിച്ച് വെച്ചിട്ട് ചെയ്യിക്കാത്ത. മാത്രമല്ല നമ്മൾ എല്ലാ വർഷവും ബാലവേലയ്ക്കെതിരെ വ്യാപകമായ പ്രചാരണം നമ്മൾ നടത്താറുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസും ലേബർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേർന്നിട്ട് നമ്മൾ ഈ ബാലവേല ഉണ്ടാകുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്ക്വാഡ് ഇൻസ്പെക്ഷനുകൾ നടത്താറുണ്ട്. ഹോട്ടലുകൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ പൊതുവേ കാണാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ നമ്മൾ സ്ക്വാഡ് ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. തൊഴിലുടമകളെ ബോധവൽക്കരിക്കാറുണ്ട്. നമ്മളിവിടുന്ന് തൊഴിൽ വകുപ്പ് തയ്യാറാക്കിയ സ്റ്റിക്കറുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഹോട്ടലുകളിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചാൽ കാണാം. സ്ഥാപനങ്ങളൊക്കെ എൻ്റെ സ്ഥാപനത്തിൽ ബാലവേലയില്ല തുടങ്ങിയ സ്റ്റിക്കറുകളൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം ഈ മേഖലയിൽ നമ്മൾ തൊഴിൽ വകുപ്പ് ചെയ്യാറുണ്ട്. ഭിക്ഷാടനം ഇവിടെ ഉണ്ട്. ഭിക്ഷാടനം പക്ഷേ ഒരു തൊഴിലാണോ? ഒരു തൊഴിലല്ല. അപ്പോൾ നമുക്ക് ശരിക്കും കേരളത്തിൽ ഇത് ഈ ലേബറിൻ്റെ അണ്ടറിൽ വരുന്നതാണോ? ഭിക്ഷാടനമൊന്നും ശരിക്കും നമ്മുടെ തൊഴിൽ നിയമങ്ങളുടെ ഒന്നും കീഴിൽ വരില്ല. കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ ആരെങ്കിലും അവർക്ക് ഫോഴ്സിബിളായിട്ട് ചെയ്യിക്കുന്നതാണെങ്കിൽ നമുക്ക് അതിനെതിരെ നടപടിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പം അങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ ഭിക്ഷാടനം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. പൊതുവേ ഇപ്പം ഭിക്ഷാടനം ഫാമിലിയാണ്. ഇപ്പം നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ വന്നെങ്കിൽ പിന്നെ അവരൊക്കെ തന്നെ ഇത് വിലക്കിയിട്ടുണ്ട്. പല റെസിഡൻസ് അസോസിയേഷനിൽ ഇവിടെ വന്നാലൊന്നും തരില്ല എന്ന് തന്നെ എഴുതി വെച്ചിട്ട് അത് നമ്മളിത് കേരളത്തിലിപ്പം ഭിക്ഷാടനത്തെ നമ്മുടെ ജനങ്ങൾ പോലും ആരും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ. വർഷങ്ങൾ കഴിയുന്തോറും തൊഴിലിൻ്റെ സ്വഭാവങ്ങൾ മാറുന്നു, അതുപോലെ തന്നെ പുരോഗമനം ഉണ്ടാകുന്നുണ്ട്, സാങ്കേതിക വിദ്യകൾ മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാകണം. അപ്പോൾ ഫ്യൂച്ചർ എങ്ങനെ ചിന്തിക്കുന്നുണ്ട്? തൊഴിൽ നിയമങ്ങളിൽ നമ്മൾ കാലോചിതമായ മാറ്റം വരുത്തുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഇരിപ്പിട സൗകര്യം, ക്രഷ് ഫെസിലിറ്റി, സ്ത്രീകളുടെ ജോലി സമയം, ഇതെല്ലാം നമ്മൾ കാലാനുസൃതമായി മാറ്റിയതാണ്. മുൻപ് ഞായറാഴ്ചകളിൽ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. അതെ, നമ്മൾ പണ്ട് ശ്രദ്ധിച്ച സ്ഥാപനങ്ങളിൽ സൺഡേ ഹോളിഡേ എന്നൊരു ബോർഡ് വെക്കാം. ആഴ്ചയിൽ ഒരു ദിവസം തൊഴിലാളികൾക്ക് വേതനത്തോടു കൂടി അവധി കൊടുക്കണം. അത് ഞായറാഴ്ചകളിലായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ കാലാനുസൃതമായി മാറ്റം വന്നപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ദിവസമില്ല. ആഴ്ചയിൽ മുഴുവൻ ദിവസവും സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാം. പക്ഷേ തൊഴിലാളികൾക്ക് ഏതെങ്കിലും ഒരു ദിവസം അവധി കൊടുത്തിരിക്കണം. തൊഴിലുടമയ്ക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് അവരുടെ സ്ഥാപനം പ്രവർത്തിക്കുകയും ചെയ്യാം, എന്നാൽ തൊഴിലാളികൾക്ക് അവധി കിട്ടുകയും ചെയ്യും. ഒരു തൊഴിലാളിക്ക് തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത തൊഴിലാളിക്ക് ബുധനാഴ്ച കൊടുക്കുന്നു. അങ്ങനെ സ്ഥാപനം പ്രവർത്തിക്കുക. അതൊക്കെ നമ്മൾ ഈ നിയമത്തിൽ കാലാനുസൃതമായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. അതുപോലെ എല്ലാ തൊഴിൽ നിയമങ്ങളിലും ഈ പറഞ്ഞ പോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മിനിമം വേജസ് ആക്റ്റിൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്ന് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. തൊഴിലാളികളുടെ വേതനം ബാങ്ക് ത്രൂ കൊടുക്കണം. അതിന് വേണ്ടിയാണ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നൊരു ഉണ്ടാവും അല്ലേ? അത് നമ്മളെ ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ നമുക്ക് വലിയ ആദരവ് കിട്ടിയ ഒരു പദ്ധതിയാണ് ഈ WPS എന്ന് പറയുന്നത്. ഈ പദ്ധതിയിൽ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, നമ്മുടെ ലേബർ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയും, എൽകാസ്. അതുവഴിയാണ് ഇതിൻ്റെ ആ സിസ്റ്റത്തിൽ തൊഴിലാളി ഈ എംപ്ലോയർ ഈ WPS രജിസ്റ്റർ ചെയ്തിട്ട് അതുവഴിയാണ് ഇവൻ ഈ തൊഴിലുടമ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കുന്ന ലേബർ ഓഫീസർക്ക് വരെ അറിയാം തൊഴിലാളിക്ക് ഈ മാസം ശമ്പളം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, ആ കൊടുക്കുന്ന വേതനം മിനിമം വേതനം ഉണ്ടോ എന്നും നമുക്കത് കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ. ആ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ ഏറ്റവും പുതുതായിട്ട് കൊണ്ടുവന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൊഴിലിനകത്ത് വർഷങ്ങൾ കഴിയുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാം വീട്ടുപടിക്കൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികളാണെങ്കിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരുപാട് സാധ്യതകളേറി അവർക്ക് കീഴിൽ 1000, 10,000 കണക്കിന് ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ, ഈ പറഞ്ഞ പോലെ ആമസോൺ, മീഷോ, മിന്ത്ര, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പുകാർക്കായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആ തൊഴിലാളികൾക്ക് വേണ്ടി ലേബർ കമ്മീഷൻ എന്തെങ്കിലും? ഇതിപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. ആ മേഖലയെ നമ്മുടെ തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, പൂർണ്ണമായിട്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായിട്ട് മാറ്റിക്കൊണ്ട് പുതിയൊരു പാർലമെൻറ്റ് നിയമമൊക്കെ പാസ്സാക്കി. ശരി, നിയമം നിലവിൽ വന്നിട്ടില്ല, പാർലമെൻറ്റ് വരെ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിലൊക്കെ ഇവർക്ക് ഗിഗ് വർക്കേഴ്സിനെയും പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെയൊക്കെ നമ്മൾ നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഈ മേഖലകളുടെ 5000-ൽ പരം തൊഴിലാളികൾ ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്നതായിട്ടാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരള ഗവൺമെൻറ് ഇവർക്കൊരു മിനിമം വേതനം
നിശ്ചയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇവർക്ക് കിട്ടേണ്ട മിനിമം വേതനം സംബന്ധിച്ച്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവരുടെ ഒരു കണക്കൊക്കെ ഈ അടുത്ത സമയത്ത് എടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞത് എറണാകുളം ജില്ലയിൽ തന്നെ 5000-ഓളം ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ജോലി ചെയ്യുന്നു. ഇവർക്ക് കൃത്യമായ ഒരു തൊഴിലുടമ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് ഇതിൻ്റെ എംപ്ലോയർ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ പലപ്പോഴും പരാതികൾ വരുമ്പോൾ തൊഴിലാളിക്കും അറിയില്ല തൻ്റെ തൊഴിലുടമ ആരാണെന്ന് അറിയാത്തൊരു ഇതാണ്. ഒരു പ്ലാറ്റ്ഫോമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഇവനെ ആ ആപ്പിൽ നിന്ന് ഇവർ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജോലിയൊന്നുമില്ല. പക്ഷേ ആരാണ് ഇതിൻ്റെ ഉടമയെന്നുള്ളത് നമുക്കറിയാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ അടുത്ത കാലത്ത് സ്വിഗ്ഗി സൊമാറ്റോ മേഖലകളിൽ അവരുടെ വേതന വർധനവ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷണർ തലത്തിൽ മീറ്റിങ്ങുകളൊക്കെ നടത്തി എംപ്ലോയറൊക്കെ വന്നിരുന്നു. അവരുടെ വേതനം വർദ്ധിപ്പിച്ചു ചെയ്തിരുന്നു. അവർ സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കുന്നുണ്ട്. കാരണം ഇത് അവരുടെ ആവശ്യമാണ്. ഈ മേഖല പണിമുടക്കിയാൽ അവർക്ക് വലിയ പ്രശ്നമുള്ളൊരു മേഖലയാണ്. കോവിഡ് കാലത്തൊക്കെ നമുക്ക് ഒത്തിരി ഗുണമുണ്ടായിരുന്ന ഒരു മേഖലയാണ്. തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്കിടയിലും അതുപോലെ തന്നെ തൊഴിലുടമകൾക്കിടയിലും പല പാർട്ടികളുടെ അല്ലെങ്കിൽ പല ക്ലബ്ബുകളുടെയൊക്കെ പണപ്പിരിവുകൾ വരാറുണ്ട്. അത് പലപ്പോഴും പലരും അത്ര നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ ചിലർ മനസ്സോടെ കൊടുക്കാറില്ലെങ്കിൽ ചിലരെ നിർബന്ധിച്ച് വാങ്ങാറുണ്ട്. നമുക്ക് അതിനെന്തെങ്കിലും പരാതി നൽകാനോ? ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ നാട്ടിൽ ധാരാളം ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചത്. അത് നിയമപ്രകാരമാണ്. 1926 ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ. ഈ ട്രേഡ് യൂണിയനുകളുടെ നിയമപ്രകാരം തൊഴിലാളികളിൽ നിന്നും അവർക്ക് ഈ ട്രേഡ് യൂണിയനിൽ അംഗമായിട്ടുള്ള തൊഴിലാളികളിൽ നിന്നും അവർക്ക് മാസവരി, വാർഷിക വരിയൊക്കെ വാങ്ങാനായിട്ടുള്ള നിയമമുണ്ട്. അത് അംഗീകരിച്ചിട്ടാണല്ലോ തൊഴിലാളികൾ ഈ ട്രേഡ് യൂണിയനുകൾ അവർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഉള്ള മറ്റ് പിരിവുകളൊന്നും തന്നെ നിയമപ്രകാരം ഉള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും ഈ പിരിവുകൾക്കെതിരെ ഒന്നും ശരിക്കും തൊഴിൽ വകുപ്പിന് നടപടികളൊന്നും സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, ഞാനൊക്കെ കുട്ടിക്കാലം മുതലേ കേൾക്കാറുള്ളതാണ്, നോക്കുകൂലി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അത് പ്രത്യക്ഷത്തിലില്ല ശരിക്കും. അത് എന്താണ് ആക്ച്വലി? ഇത് ഈ നോക്കുകൂലി എന്ന് പറയുന്നത് എന്താണ്? ഈ നോക്കുകൂലി എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്ക് തന്നെ സത്യത്തിലില്ല. ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നോക്കുകൂലി എന്നല്ല അർത്ഥമാക്കുന്നത്. അത് പലപ്പോഴും ചുമട്ടുതൊഴിലാളി മേഖലയിലേക്കാണ് ആ പരാതി നമുക്ക് ഉണ്ടാകാറുള്ളത്. അതെ. ഈ നമ്മുടെ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പണ്ട് തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും ഇപ്പം മെക്കനൈസ്ഡ് ആയിട്ടതിൻ്റെ ഒരു പ്രശ്നം ഈ തൊഴിൽ മേഖലകളെ എല്ലാം പ്രത്യേകിച്ച് ചുമട്ടുതൊഴിൽ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അതെ. പണ്ട് തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെല്ലാം ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്നു. അതെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ തൊഴിലാളികൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെടുന്നതുകൊണ്ട് അവരൊരുപക്ഷെ തൊഴിൽ ചെയ്യുന്നൊരു അവകാശം പറയുന്നതാണ്. നോക്കുകൂലി എന്നുള്ളത് നമ്മൾ നിരോധിച്ചിട്ടുള്ളതാണ്. നോക്കുകൂലി നിയമപ്രകാരം തന്നെ നിരോധിച്ചിട്ടുള്ളതാണ്. നോക്കുകൂലി സംബന്ധിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ തൊഴിൽ സേവാ ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ലേബർ ഓഫീസർ മുമ്പാകെയോ പരാതി നൽകാവുന്നതാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാറുണ്ട്. നോക്കുകൂലി ഒരിക്കലും നമ്മൾ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് നമ്മൾ അനുവദിക്കാറുമില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് മെയ് ദിനമാണ്. അപ്പോൾ ഈ മെയ് ദിനത്തിൽ തൊഴിലാളികളോട്, നമ്മുടെ മൈഫിൻ ടിവിയുടെ പ്രേക്ഷകരോട് എന്താണ് രണ്ട് വാക്ക് പറയാനുള്ളത്? തൊഴിലാളികളോട് എനിക്ക് പൊതുവേ പറയാനായിട്ടുള്ളത്, നമ്മുടെ കേരളം ഇപ്പം നല്ല തൊഴിൽ അന്തരീക്ഷമാണ്. വ്യവസായ അന്തരീക്ഷവും തൊഴിൽ അന്തരീക്ഷവും സംതൃപ്തമായ ഒരു തൊഴിലുടമ ബന്ധമെന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് തൊഴിലാളിയും തൊഴിലുടമയും. അതെ. തൊഴിലാളികളുടെ ആ സേവനത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുവാൻ തൊഴിലുടമ തയ്യാറാകണം. അതുപോലെ തന്നെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കുവാനായിട്ട് നമ്മുടെ തൊഴിലാളികളും തയ്യാറാകണം. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് തൊഴിൽ മേഖലകളിൽ വളരെയധികം പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. ഈ തൊഴിൽ വകുപ്പ് എപ്പോഴും തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും ഒപ്പം ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും തൊഴിലാളികളുടെ മാത്രമാണെന്നുള്ള രീതിയിൽ പലരും പറയാറാണ്. തൊഴിലുടമയ്ക്കും പരാതി ഈ ഓഫീസിൽ തരാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെയ് ദിനത്തിൽ തൊഴിലാളികൾക്ക് എല്ലാവർക്കും മെയ് ദിന ആശംസകൾ നേരുന്നു. നിങ്ങൾക്കും എൻ്റെ മെയ് ദിന ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.